വെൽക്കം ടു റെഡ് ഫ്ലെയിംസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ബ്രെഡ് ചട്ടിപ്പത്തിരിയാണ്. നല്ല ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ചട്ടിപ്പത്തിരി ഒരു മലബാർ ട്രഡീഷണൽ സ്നാക്കാണ്. അതിൻ്റെ ഒറിജിനൽ റെസിപ്പി നമ്മുടെ ചാനലിൽ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ പ്ലീസ്. ബ്രെഡ് യൂസ് ചെയ്തിട്ടാണ് ഇന്ന് നമ്മൾ ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഒരു ബൗളിലേക്ക് മുട്ട. നമ്മൾ ഈ റെസിപ്പിയിലേക്ക് 4 മുട്ടയാണ് യൂസ് ചെയ്യുന്നത്. മുട്ട എപ്പോഴും നമ്മൾ 1 by 1 ആയിട്ട് വേണം പൊട്ടിച്ചൊഴിക്കാൻ. എല്ലാം കൂടെ ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ചാൽ അഥവാ ഒരെണ്ണം കേടായാലും മൊത്തം റെസിപ്പിയും കൊളായി പോകും. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര. മുട്ടയും പഞ്ചസാരയും കൂടെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. പഞ്ചസാര ഒന്ന് അലിയുന്നത് വരെ ബീറ്റ് ചെയ്താൽ മതി. ഇപ്പോൾ പഞ്ചസാര മെൽറ്റായി വന്നിട്ടുണ്ട്. ഫില്ലിംഗ് ഉണ്ടാക്കാനായിട്ട് പാന് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചൂടായിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ അണ്ടിപ്പരിപ്പ് കഷ്ണങ്ങളാക്കിയതാണ്. അണ്ടിപ്പരിപ്പ് മൂത്ത് വന്നിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരിയും കൂടെ ചേർത്ത് മൂപ്പിക്കാം. മുന്തിരി മൂത്ത് വന്നു. ഇനി ഇതിലേക്ക് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട പെട്ടെന്ന് തന്നെ നന്നായിട്ട് അങ്ങ് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. ഏകദേശം സ്ക്രാമ്പിളായി വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് 2 ഏലക്കായ പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ മുട്ട പാകത്തിന് സ്ക്രാമ്പിളായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് ബ്രെഡ് കോട്ട് ചെയ്യാനുള്ള മുട്ടയാണ്. 3 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 കപ്പ് പാല്, 1/4 കപ്പ് പഞ്ചസാര, ഒരു നുള്ളു ഉപ്പ്, ഒരു 2 ഏലക്കായ പൊടിച്ചത്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം കൂടെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ചട്ടിപ്പത്തിരി സെറ്റ് ചെയ്യാം. ഞാൻ ബ്രെഡ് സ്ലൈസ് ചെയ്തിട്ടാണ് വെക്കുന്നത്. ബ്രെഡ് നമുക്ക് ഇതുപോലെ വെക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ സ്ലൈസ് ചെയ്തിട്ട് വെക്കാം. ഞാനിപ്പോൾ സ്ലൈസ് ചെയ്തിട്ടാണ് വെക്കുന്നത്. സോസ് പാനിൽ ആദ്യം കുറച്ച് നെയ്യ്, അടിയിലും സൈഡിലും എല്ലാം ഒരുപോലെ അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഓരോന്നായിട്ട് ഡിപ്പ് ചെയ്ത് ഓരോ ബ്രെഡ് പീസ് ഡിപ്പ് ചെയ്ത് അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുക്കാം. ഗ്യാപ്പ് വന്ന സ്ഥലമെല്ലാം ചെറിയ പീസ് വെച്ചിട്ട് അടച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു ലെയർ നമ്മൾ ബ്രെഡ് വെച്ചു. ഇനി മുട്ട സ്ക്രാമ്പിൾ ചെയ്തത് ഒരു ലെയർ വെച്ച് കൊടുക്കാം. ഇത് ഫില്ലിങ്ങും ബ്രെഡും തീരുന്നത് വരെ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യാം. ഇപ്പോൾ കാണുമ്പോൾ ഇതുപോലെ വെക്കുമ്പോഴൊരു ഷേപ്പ് കുറവ് തോന്നും, പക്ഷേ കുക്കായി വരുമ്പോൾ എല്ലാം കറക്റ്റായിട്ട് വരും. ഇപ്പം ബ്രെഡിൻ്റെ 3 ലെയറും മുട്ടയുടെ 2 ലെയറുമായിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ആകെ 8 സ്ലൈസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ മേലെ ലെയർ ചെയ്യാനായിട്ട് കുറച്ച് മുട്ട ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മേലെ അങ്ങ് ലെയർ ചെയ്ത് കൊടുക്കാം. ഈവനായിട്ട് വേണം ലെയർ ചെയ്യാനായിട്ട്. ബാക്കി വന്നിട്ടുള്ള മുട്ടയാണ്. ഇതിൻ്റെ മേലെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം.
ഇതിന് മേലായിട്ട് കുറച്ച് നെയ്യും കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പാന് ചൂടായിട്ടുണ്ട്. പാന് നന്നായി ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്യാനായിട്ട്. പിന്നെ ഒരു കാര്യം മറന്നുപോയത്, മുട്ട യൂസ് ചെയ്തിട്ടുള്ള റെസിപ്പി ആയതുകൊണ്ട് തന്നെ നമ്മളിത് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്തിട്ടുള്ള പാത്രങ്ങളോ സ്പൂണോ ഒന്നും തന്നെ വെള്ളമയം ഉള്ളതാവരുത്. അപ്പോൾ ഇതൊരു 1/4 മണിക്കൂർ കഴിഞ്ഞു. ശരിക്കും വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ സൈഡും കൂടെ ഒന്ന് ബ്രൗൺ ആവണമെന്നുണ്ടെങ്കിൽ നമുക്കതൊന്ന് മറച്ചിട്ടിട്ട് കുറച്ച് നേരം ഒന്ന് വേവിച്ചാൽ മതി. കുറച്ച് സമയത്തേക്ക് ഇതൊന്ന് മറച്ചിട്ട് വേവിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ആയാലും കുഴപ്പമൊന്നുമില്ല. ഈ ഒരു ഭാഗം നല്ല പാകത്തിന് വന്നിട്ടുണ്ട്. ഒന്നുകിൽ ഇതിലേക്ക് തന്നെ സ്ലൈഡ് ചെയ്ത് ഒരു 2 മിനിറ്റ് നേരം വേവിച്ചാൽ മതി. അതല്ല എളുപ്പത്തിന് വേണമെങ്കിൽ ഇതുപോലെ പാനിലൊരു 2 മിനിറ്റ് നേരത്തേക്ക് വേവിച്ചാലും മതി. ഒത്തിരി നെയ്യാക്കി കൊടുക്കാം. ചട്ടി ഒന്ന് ചൂടായ ശേഷം ലോ ഫ്ലെയിമിൽ ഒരു 1-2 മിനിറ്റ് അത്രയും മതി. ഈ ഒരു സമയം കൊണ്ട് തന്നെ പാകത്തിനുള്ള കളറായി കിട്ടും. ഇപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞു. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം. നല്ല പാകത്തിന് നല്ല കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബ്രെഡ് ചട്ടിപ്പത്തിരി റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനിയും നല്ല നല്ല വീഡിയോസിനായി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ പ്ലീസ്. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഹാവ് എ നൈസ് ഡേ.